ജൂലൈ 30-നാണ് രാജ്യത്തെ നടുക്കിയ നാടിനെ നടുക്കിയ മഹാദുരന്തം ഉണ്ടായത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആ മഹാദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതുവരെയുള്ള പ്രക്ഷോഭങ്ങളും ആവശ്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനം നടത്തി മടങ്ങിയപ്പോഴും അത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അവസാനം അത് L3 കാറ്റഗറിയിലെങ്കിലും പെടുത്തും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. ഇന്നലെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇന്നലെയാണ് ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കില്ല എന്ന കേന്ദ്ര നിലപാട് വന്നത്. ഇന്ന് വീണ്ടും കോടതിയിൽ ഈ കേസ് എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും ആളുകളുടെ പ്രതീക്ഷ കേന്ദ്രം ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തും എന്നുള്ളതായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് UDF-ഉം അതിന് പിന്നാലെ LDF-ഉം 19-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹർത്താൽ സമാധാനപരമായിരിക്കും എന്നാണ് അറിയുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും ഹർത്താൽ നടക്കുക. അവശ്യ സർവീസുകളെയെല്ലാം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായി TCP-യും UDF ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ LDF-ഉം ഇതിന് തൊട്ടു പിന്നാലെ ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UDF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സമരം നടന്നിരുന്നു. കൽപ്പറ്റയിലെ നിയോജക മണ്ഡല ആസ്ഥാനങ്ങളിൽ സമരമുണ്ടായിരുന്നു. LDF-ന്റെ നേതൃത്വത്തിൽ പത്തംകുളത്തി നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ LDF-ഉം നടത്തി. ഇനി 19-ന് ഹർത്താൽ ദിനത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ 3 നിയോജക മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള മാർച്ചും ധർണയും നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ദേശീയ ശ്രദ്ധ കിട്ടുന്ന തരത്തിലുള്ള ഒരു സമരമായിരിക്കും 19-ന് നടക്കുക എന്നാണ് നേതാക്കളെല്ലാം അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരോട് പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് UDF-ഉം LDF-ഉം സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ ഉണ്ടാകാനാണ് സാധ്യത. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.